പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോട്ടോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ കുർത്തി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ യോക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബ്ലാക്ക് കളർ ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് മടക്കി കഴിഞ്ഞിട്ട് ഉള്ള ലെങ്ത്ത് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെനിക്ക് അളന്ന് കഴിയുമ്പം ഇതുപോലെ 58 ഇഞ്ചോളം വരുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ഭാഗത്തുനിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം മുകളിൽ ആ മടക്ക് വശം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടി ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 47.5 ഇഞ്ചാണ് വരുന്നത്. എൻ്റെ കുർത്തിക്ക് 46 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി തുണി ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. മടക്കി കഴിഞ്ഞിട്ട് ഇതിന് 22 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പാർട്ടിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ എനിക്ക് 7.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ആം ഹോളും 7.5 ഇഞ്ച് തന്നെ താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ ഒരു എ ലൈൻ മോഡലിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി ചെസ്റ്റ് റൗണ്ട് എനിക്ക് 42 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10.5 വരിക. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഹിപ്പ് ലെങ്ത്ത് എനിക്ക് വരുന്നത് 21 ഇഞ്ചാണ്, അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് റൗണ്ട് എനിക്ക് 46 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം 11.5 ഇഞ്ച് വരും, അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഇവിടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം എനിക്ക് 11.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 14.5 ഇഞ്ചിലാണ് ഞാൻ താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിഡ്ത്ത് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. കൂടുതലാകുമ്പോൾ എനിക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് എ ലൈൻ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ആ താഴത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കർവ് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ക്ലോത്ത് ബാക്ക് പാർട്ടാണ്. അതുകൊണ്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് നമ്മൾ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് അതും മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ലൈനിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 പോയിൻറ്റും കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് ബാക്ക് ആം ഹോൾ വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ബാക്ക് ആം ഹോൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ മടക്ക് വശത്തു നിന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് താഴെ വരെ. ഇത് നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലോത്ത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് എല്ലാം കൂടി ഇതുപോലെ യോജിപ്പിച്ചിട്ട് താഴെ വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വരച്ച ലൈനിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ആ മാർക്കിങ്സ് ആ
ഫ്രണ്ട് പീസിലേക്കും കൂടി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഷോൾഡറും നെക്കും ആം ഹോളും എല്ലാം ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ തുണിയുടെ വിഡ്ത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്തിൻ്റെ വിഡ്ത്ത് തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത വേസ്റ്റ് ലെങ്ത്ത് ഞാൻ ഈ ഫ്രണ്ട് പീസിലേക്കും കൂടി ഇതുപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്ക് പീസ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് ഉണ്ടല്ലോ, അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് വരിക, എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴത്തോട്ടേക്ക് 15 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലെങ്ത്ത് വന്നില്ലേ അവിടം വരെ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു എക്സ്ട്രാ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോക്ക് പോർഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ലെങ്ത്ത് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്താൽ മതി. ഇനി ആ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സീം അലവൻസ് ആയിട്ട് ഒരു 1/2 ഇഞ്ച് വീതം എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യം ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യേണ്ട ക്ലോത്തിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു 3.5 ഇഞ്ച് ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തില്ലേ, അങ്ങനെ 3.5യും 2ഉം ടോട്ടൽ 5.5 ഇഞ്ചാണ് വിഡ്ത്ത് വരേണ്ടത്. അതുപോലെ ലെങ്ത്ത് 15 ഇഞ്ചും. അത് ക്ലോത്ത് മടക്കി കഴിയുമ്പോഴാണ് കേട്ടോ അതായത് ഈ 5.5 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് 11 ഇഞ്ചിൻ്റെ ക്ലോത്താണ് എടുക്കേണ്ടത്, ലെങ്ത്ത് 15 ഇഞ്ചും. അങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ സീം അലവൻസ് കൊടുത്തത് വഴി ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ചിരുന്നില്ല, അപ്പോൾ ഇതുപോലെ കുഴിച്ചൊന്ന് വരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ 6 ഇഞ്ചിൻ്റെ, അവിടെ ഞാൻ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെൻറ്ററിലും ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലോത്താണ് ഞാൻ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ യോക്കും നെക്കും ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് എടുത്ത് 2ആയിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്, ലെങ്ത്ത് 15 ഇഞ്ചും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല അതേപോലെ അതേ അളവിൽ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ അത് ആ സ്ക്വയർ ഷേപ്പിൽ ഞാൻ ഒന്ന് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ സ്ക്വയർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പേപ്പർ ക്യാൻവാസ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ഭാഗമാണ് നമുക്ക് യോക്ക് പോർഷന് വേണ്ടത്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ ഞാൻ 4ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് സ്ലീവിന് 16 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത്. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 17.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ ഈ സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 17.5 ഇഞ്ചാണ് വേണ്ടത്. ഇനി ഇവിടുന്ന് താഴത്തോട്ടേക്ക് നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് ആ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ച് മുകളിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ഈ ഒരു പോയിൻ്റ് വരെ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടി വേണം. അപ്പോൾ നമ്മൾ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ക്ലോത്തിൽ ഈ ലൈനിൽ 9.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. താഴത്തോട്ട് ബാക്കി വരുന്ന 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആണ്
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്കൊരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം. ആ ലൈനിൽ നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 3.5 ഇഞ്ച് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് കോർണറിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 15 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഈ 2 പോയിന്റ് ഇതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ചെരിച്ച് വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. അപ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫ് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കർവ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് പുറത്തോട്ടേക്ക് 1/2 ഇഞ്ചും ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുക. ഇതാ ഇവിടെ ഉള്ളിലോട്ടേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി 2 സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കാം നമുക്ക്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ പ്രിൻ്റ് ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ നല്ല വശം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യാം. സ്ലീവിലും നമ്മൾ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അതുപോലെ സ്ലീവിലും ആ ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ തോളിൻ്റെ അവിടെ ചുരുക്കമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ജസ്റ്റ് ഞാൻ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം. ഇനി നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ചെറിയ നോച്ച് ഇട്ട് കൊടുത്തിരുന്നില്ലേ, ആ നോച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ നമുക്കത് എൻഡ് ചെയ്യുന്ന അവിടം വരെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിൻ ചെയ്തെടുക്കാം. വേണമെങ്കിൽ താഴെയും പിൻ ചെയ്തെടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കറക്റ്റ് അളവിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം മെഷീനിൽ. എന്നിട്ട് പതുക്കെ ആ സ്റ്റിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും. അങ്ങനെ ചുരുക്ക് ഇട്ടിട്ടും എടുക്കാം. പ്ലീറ്റ്സ് ഇടാനല്ല, ചുരുക്കാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് നല്ല സ്റ്റിഫായി നിൽക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് പ്ലീറ്റ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. പ്ലീറ്റ്സിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ യോക്ക് പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ യോക്ക് പോർഷനിലെ ക്ലോത്ത് നമ്മൾ മടക്കി കഴിയുമ്പോൾ 5.5 ഇഞ്ചല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ആ ഒരു യോക്ക് പോർഷൻ മെഷർ ചെയ്ത് കഴിയുമ്പോൾ 11 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പ്ലീറ്റ്സ് എല്ലാം ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് പോർഷൻ അവിടെ അറ്റാച്ച് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ഇത് ലൈനിങ് വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ യോക്ക് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച യോക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക. ലൈനിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് വെച്ച് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിലൊന്നും തട്ടാതെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ സൈഡിലേക്ക് കൂടി ആ നെക്കിൻ്റെ ഷേപ്പിലൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ സൈഡിൽ വരുന്ന എക്സ്ട്രാ പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ അതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ബാക്കി വരുന്ന എക്സ്ട്രാ പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
ഇനി ഇത് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ പ്ലീറ്റ്സ് നീങ്ങി പോവാണ്ടിരിക്കാനും അതിൻ്റെ ഷേപ്പ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ പ്ലീറ്റ്സിൻ്റെ ടോപ്പിൽ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നീങ്ങിപ്പോവില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ യോക്ക് പോർഷൻ എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ വെക്കുക, എന്നിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ കോർണറിൽ നിർത്തിയിട്ട് ഇതുപോലെ തിരിച്ചിങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, തിരിച്ചിങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ യോക്ക് പോർഷൻ്റെ നല്ല വശം ആ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ അതുപോലെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കോർണറിലെത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഭാഗം തിരിച്ചെടുക്കാൻ വേണ്ടി ആ കോർണറിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ചുരുക്കൊക്കെ വീണ് വൃത്തികേടാവും. അതിന് ശേഷം ആ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചെടുക്കുക. എന്നിട്ട് താഴത്തെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുക. താഴെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പ്ലീറ്റ്സ് ഒന്നും തിരിഞ്ഞും മറിഞ്ഞും പോകരുത്, കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിന് ശേഷം ഇപ്പുറത്തെ കോർണറിലെത്തുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കട്ട് അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ തിരിച്ചെടുക്കുക. ഇത് കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ആകെ വൃത്തികേടായിപ്പോവും. അപ്പം ആ പ്ലീറ്റ്സും ഇതൊന്നും പോവാതെ കോർണറൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് കോർണറിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ലേസ് ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ നെക്ക് പോർഷനിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. താഴെ വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കോർണറിൽ എത്തുമ്പോഴാണ് ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ കോർണറിൽ നമ്മൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാണുമ്പോൾ. എന്നിട്ട് ആ കോർണറിൽ കുത്തി നിർത്തിയിട്ട് ആ ലേസിൻ്റെ മറ്റേ കോർണറിലേക്കും കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കോർണറിലെത്തുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒന്ന് ഒരു ആംഗിളിലൊന്ന് മടക്കി കൊടുത്തിട്ട് ആ കോർണറും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം മുകളിലേക്ക് സാധാരണ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ലേസ് ഒന്നും കൂടി ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടിയും കൂടി അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് വാഷ് ചെയ്തെല്ലാം കഴിയുമ്പോൾ ആ ഒരു ലേസ് അവിടെ ചുരുങ്ങി ഇരിക്കും. അങ്ങനെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്, സൈഡിൽ കൂടി, ഇപ്പുറത്തെ സൈഡിൽ കൂടി. അതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ ഈ നെക്ക് പോർഷനിലും ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് പോർഷനിലും അതേ രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ക്യാൻവാസിൽ രണ്ടായി മടക്കിയിട്ട് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും ബാക്ക് നെക്ക് 3.5 ഇഞ്ച് നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്കും ഞാൻ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് നമ്മൾ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതാ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് ഇതാ ഈ ഒരു ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ അതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ബാക്ക് നെക്കിനെ നമ്മൾ ജോയിൻ ചെയ്ത ആ പീസ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് എടുക്കേണ്ടത് രണ്ട് സൈഡിലും. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ഇതുപോലെ ഒരു അര ഇഞ്ചിൽ രണ്ടായിട്ടൊന്ന് മടക്കി അതിന് ശേഷം ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ലേസ് ഞാൻ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ അത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ എങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ. അതുപോലെ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ അതാ രണ്ട് സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലെ രണ്ട് ബട്ടൺ ഉണ്ട്, അത് ഞാൻ ഈ സെൻറ്ററിൽ തുന്നി കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുർത്തി തിരിച്ചിട്ടതിന് ശേഷം കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സീം അലവൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ സ്ലീവ് ഓപ്പണിങ് 5.5 ഇഞ്ചാണ് വേണ്ടത്, അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത്, അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചല്ലേ എടുത്തത്, ആ 15 ഇഞ്ചിന് നേരെ നമ്മൾ വീണ്ടും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചല്ലേ സീം അലവൻസ് എടുത്തത് അതൊക്കെ. എന്നിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത 3 പോയിൻറ്റും കൂടി നമുക്കിതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും അതുപോലെ വരച്ചിട്ട് ആ വരയിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതിന് ശേഷം ഇതാ ഈ കുർത്തിയുടെ താഴത്തെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന കുർത്തി റെഡി ആയിട്ടുണ്ട്. ബട്ടൺസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.